KCBCയുടെ നേതൃത്വത്തിൽ ചൂരൽമല വിലങ്ങാട് ഉരുൾ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളിൽ ഒന്നിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകി. ചൂരൽമല സ്വദേശി പ്രമീളയ്ക്കാണ് ആദ്യ ഭവനം നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയത്. തിരുവനന്തപുരം സെന്റ് ജോൺസ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നൽകിയ പണമാണ് ഭവന നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. KCBC പ്രസിഡന്റും സീറോ മലങ്കര സഭ പരമാധ്യക്ഷനുമായ അഭിവന്ദ്യ മോർ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. KCBCയുടെ നേതൃത്വത്തിൽ ചൂരൽമല വിലങ്ങാട് ഉരുൾ ദുരന്ത അതിജീവിതർക്കായി ബത്തേരി, മാനന്തവാടി, കോഴിക്കോട് രൂപതകളുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളായ ശ്രേയസ്, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, ജീവന തുടങ്ങിയ NGOകൾ 100 വീട് വയനാട്ടിലും വിലങ്ങാടുമായി നിർമ്മിച്ചു നൽകുന്നതിന്റെ പ്രഥമ ഭവനം ചൂരൽമല നിവാസിയായ പ്രമീളയ്ക്കും കുടുംബത്തിനും കൈമാറി. ജാതിമത ഭേദമന്യേ അർഹരായവർക്ക് 100 ഭവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് അഭിവന്ദ്യ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. ബോസറ്റിന് സൂചിപ്പിച്ചതുപോലെ കേരള കത്തോലിക്ക സഭ 100 വീടുകളാണ് വയനാട്ടിൽ വിലങ്ങാട് പ്രദേശത്തുണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് 100 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകുവാൻ സാധിക്കുന്നത് പോലെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ KCBC വിഭാവനം ചെയ്തത്. അത് ബത്തേരിയും മാനന്തവാടിയും താമരശ്ശേരിയും കോഴിക്കോട് ഈ രൂപതകളിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തന കേന്ദ്രങ്ങൾ വഴി അത് പൂർത്തീകരിക്കുന്നതിനാണ്. സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും സമൂഹങ്ങളിലുമുള്ള കുടുംബങ്ങൾക്ക് അത് ആവശ്യബോധത്തോടുകൂടി പങ്കുവെച്ച് നൽകുന്ന ഒരു വിശകലന രീതിയിൽ മനസ്സിലാക്കി അവർക്കതായി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഒരു ആലോചനാ സമയത്താണ് ബഹുമാനപ്പെട്ട ബോവാസച്ചൻ ഇപ്രകാരം നമ്മുടെ എല്ലാ സ്കൂളുകളിലും എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഞാനൊരു കത്ത് കൊടുത്തിരുന്നു. നമുക്ക് ഓരോ രൂപതയും വയനാട്ടിലെ ഈ 100 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു കരുതൽ സഹായം ചെയ്യണം. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ദുരന്തത്തിനാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ സാക്ഷ്യം വഹിച്ചത്. വിവിധ രൂപതകളുടെയും സാമൂഹ്യ സേവന വിഭാഗങ്ങളായ ശ്രേയസ്, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, ജീവന തുടങ്ങിയ NGOകളുടെയും സഹകരണത്തോടെയാണ് 100 വീടുകൾ പൂർത്തീകരിക്കുന്നത്. ആദ്യ ഭവനത്തിന്റെ ചിലവുകൾ വഹിച്ചത് അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വരൂപിച്ച 12 ലക്ഷത്തോളം രൂപയിലൂടെയാണ്. ഓരോ രൂപതകളും സഹായം ചെയ്യണമെന്ന അഭിവന്ദ്യ കാതോലിക്ക ബാവയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പണം കണ്ടെത്തിയത്. പ്രമീളയ്ക്കൊരു വീട് എന്ന ആശയം സ്കൂളിൽ അവതരിപ്പിച്ചപ്പോൾ സൈക്കിൾ വാങ്ങുന്നതിനായി സ്വരുക്കൂട്ടിയ പണം കുടുക്ക പൊട്ടിച്ച് അധ്യാപകരെ ഏൽപ്പിച്ച ബ്ലെസൺ എന്ന വിദ്യാർത്ഥിയെ ചടങ്ങിൽ അനുമോദിച്ചു. ബത്തേരി രൂപതാധ്യക്ഷനുമായ അഭിവന്ദ്യ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത ഭവനം കുടുംബത്തിന് തുറന്നുകൊടുത്തു. നമ്മളുടെ സഭയുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം രൂപതയുടെ PRO എന്നുള്ള നിലയിൽ, അതുപോലെ സ്കൂളിൻ്റെ മാനേജർ എന്നുള്ളതിൽ, അവിടെ പള്ളിയുടെ വികാരി എന്നുള്ളതിൽ, ജില്ലാ വികാരി എന്നുള്ള അനേകം ജോലികളുള്ളപ്പോഴും ഈ ഒരു വയനാട്ടിലെ ദുരന്തത്തിലേക്ക് അച്ഛൻ്റെ കണ്ണുകൾ ശ്രദ്ധ വന്നു എന്നുള്ളത് അച്ഛനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു പുരോഹിതനാണ്. ബഹുമാനപ്പെട്ട ബോവനച്ഛനോട്, ബോസച്ചനോട് നന്ദി പറഞ്ഞ് തീർക്കുകയല്ല, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ തുടരാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. ഇതുപോലെ ഈ അനേകം പ്രമീളമാരിവിടെയുണ്ട് നമ്മുടെ വയനാട്ടിൽ. നമുക്കറിയാവുന്ന പോലെ ശ്രേയസിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ന്യൂജൻ പ്രീസ്റ്റാണ്, നമ്മുടെ ഡേവിഡ് അച്ഛൻ. 24 മണിക്കൂറും നല്ല ചിറകുള്ള ഒരച്ഛനാണ്. കാര്യം അപ്പോൾ അച്ഛൻ്റെ കീഴിൽ നിങ്ങൾ അറിയേണ്ടത് 2 ലക്ഷം വോളണ്ടിയേഴ്സ് ഉണ്ട് നമ്മുടെ ശ്രേയസിന്. കാസർഗോഡ് തൊട്ട് അങ്ങ് നീലഗിരി ഉൾപ്പെടെ 2 ലക്ഷത്തോളം വോളണ്ടിയേഴ്സ് ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നിശബ്ദമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ശ്രേയസിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അനേകം വീടുകൾ ഇപ്പോൾ 60 വീടുകൾ ഇവിടെ തീർന്നു കഴിഞ്ഞാൽ ശ്രേയസ് എല്ലാവരുടെയും കൂട്ടായ്മയിലാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിടെ സൂചിപ്പിച്ചതുപോലെ 1 ഏക്കർ സ്ഥലം എടുത്ത് 20 വീടുകൾ അവിടെ, അതുപോലെ തന്നെ നമ്മളുടെ 100 വീടുകളുടെ പരിപാടികളെല്ലാം ശ്രേയസിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ബഹുജന അടിത്തറയാണ്. അതിനകത്ത് ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രേയസിൻ്റെ ആ ശുശ്രൂഷ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഒരു ശ്രേയസിൻ്റെ ഒരു സാന്നിധ്യവും പ്രത്യേകമായ ഒരു ഗൈഡൻസും
ഈ ഭവനത്തിന് ഉണ്ടായി എന്നുള്ളതും അത് നമുക്കറിയാവുന്ന ഏറ്റവും അർഹതപ്പെട്ട പ്രമീളയ്ക്കാണ് 22 വർഷം ഇസ്രായേൽസിൻ്റെ ഒരു വോളണ്ടറിയായി പിതാവ് ഇവിടെ പറഞ്ഞ പോലെ ഒരു പൈസയും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് ഇസ്രായേൽസിലെ വോളണ്ടിയേഴ്സ്. തിരുവനന്തപുരം അതിരൂപത PRO ഫാദർ ബോബസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സന്യസ്തർ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. കൊല്ലം അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഷെക്കൈന ന്യൂസ്, വയനാട്.